ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് അക്ഷരമുറ്റം ക്വിസ് ആണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനത്തിന്റെ പുതിയ പേര് എന്താണ്? ഉത്തരം ശ്രീ വിജയപുരം എന്നാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനത്തിന്റെ പുതിയ പേര്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിതർക്കായി ഏത് ഫുട്ബോൾ ക്ലബ്ബാണ് ഗോൾ ഫോർ വയനാട് എന്ന പേരിൽ ക്യാമ്പയിൻ നടത്തിയത്? ഉത്തരം കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ഗോൾ ഫോർ വയനാട് എന്ന പേരിൽ ക്യാമ്പയിൻ നടത്തിയത്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം തൃശൂർ ജില്ലയിലെ മണ്ണൂത്തിയാണ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം. അവർ മൂവരും ഒരു മഴവില്ലും എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം രഘുനാഥ് പാലേരി. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു എന്ന കവിത എഴുതിയത് ആരാണ്? ഉത്തരം ONV കുറുപ്പിന്റെ കവിതയാണിത്. വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിനായി ഞങ്ങളുമുണ്ട് കൂടെ എന്ന ക്യാമ്പയിൻ ആരംഭിച്ചത് ആരാണ്? ഉത്തരം കുടുംബശ്രീ ആരംഭിച്ച ക്യാമ്പയിന്റെ പേരാണ് ഞങ്ങളുമുണ്ട് കൂടെ. 1957 മന്ത്രിസഭയിലെ ഏക വനിതാ മന്ത്രി ആരാണ്? ഉത്തരം KR ഗൗരിയമ്മയാണ് 1957 മന്ത്രിസഭയിലെ ഏക വനിതാ മന്ത്രി. ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ്? ഉത്തരം പമ്പ നദിയിലാണ് ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത്. ഇന്ത്യക്കാരനായ ആദ്യ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഉത്തരം രാകേഷ് ശർമ്മയാണ് ഇന്ത്യക്കാരനായ ആദ്യ ബഹിരാകാശ സഞ്ചാരി. വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഏത് വള്ളംകളിയാണ് സെപ്റ്റംബർ 28 മാറ്റിവെച്ചത്? ഉത്തരം നെഹ്റു ട്രോഫി വള്ളംകളിയാണ് സെപ്റ്റംബർ 28 മാറ്റിവെച്ചത്. ചരിത്രത്തിൽ ആദ്യമായി ബഹിരാകാശത്ത് ചുവടുവെച്ച സിവിലിയൻ സഞ്ചാരി ആരാണ്? ഉത്തരം ജാരഡ് ഐസക്മാൻ ആണ് ചരിത്രത്തിൽ ആദ്യമായി ബഹിരാകാശത്ത് ചുവടുവെച്ച സിവിലിയൻ സഞ്ചാരി. സാധാരണയായി നെഹ്റു ട്രോഫി വള്ളംകളി എപ്പോഴാണ് നടക്കുന്നത്? ഉത്തരം ആഗസ്റ്റ് മാസത്തിലെ 2ാമത്തെ ശനിയാഴ്ചയാണ് സാധാരണയായി എല്ലാ വർഷവും നെഹ്റു ട്രോഫി വള്ളംകളി നടക്കാറ്. രോഗത്തെക്കുറിച്ചുള്ള പഠനത്തിന് എന്താണ് പറയുക? ഉത്തരം പാത്തോളജി എന്നാണ് രോഗത്തെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്നത്. ഒക്ടോബർ 16 ലോക ഭക്ഷ്യ ദിനമായി ആചരിക്കുന്നു. എന്നാൽ ലോക ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഒക്ടോബർ 17 ലോക ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനമായി ആചരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മാപ്പിളപ്പാട്ട് കവി ആരാണ്? ഉത്തരം മൊയിൻകുട്ടി വൈദ്യരാണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മാപ്പിളപ്പാട്ട് കവി. ഈ വർഷം റെയിൽവേ ബോർഡ് അനുമതി നൽകിയ ശബരിമല റെയിൽവേ പാത ഏതാണ്? ഉത്തരം ചെങ്ങന്നൂർ പമ്പ റെയിൽപാതയാണ് ഈ വർഷം റെയിൽവേ ബോർഡ് അനുമതി നൽകിയ ശബരിമല റെയിൽവേ പാത. ന്യൂമിസ്മാറ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഉത്തരം നാണയങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ്. ജലത്തിലെ പൂരമെന്ന് വിശേഷണമുള്ളത് എന്തിനാണ്? ഉത്തരം ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ് ജലത്തിലെ പൂരമെന്ന് വിശേഷണമുള്ളത്. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം കർണം മല്ലേശ്വരിയാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത. ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ടെസി തോമസ് ആണ് ഇന്ത്യയുടെ മിസൈൽ വനിത എന്ന് അറിയപ്പെടുന്നത്. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടി ആരാണ്? ഉത്തരം നിത്യ മേനോനായിരുന്നു മികച്ച നടി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന വരികൾ രചിച്ചത് ആരാണ്?
ഉത്തരം വള്ളത്തോൾ നാരായണ മേനോന്റെ വരികളാണിത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട തടാകം. പ്രവാസി ദിനമായി ഇന്ത്യയിൽ ആഘോഷിക്കുന്നത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മടങ്ങിയെത്തിയ ദിവസമാണല്ലോ. ഗാന്ധിജി എന്നാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മടങ്ങിയെത്തിയത്? ഉത്തരം 1914 ജനുവരി 9 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ മടങ്ങിയെത്തിയത്. ഈ വർഷം ഇന്ത്യ സന്ദർശിച്ച മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ പേരെന്താണ്? ഉത്തരം അൻവർ ഇബ്രാഹിമാണ് ഈ വർഷം ഇന്ത്യ സന്ദർശിച്ച മലേഷ്യൻ പ്രധാനമന്ത്രി. കേരളത്തിലെ ആദ്യ താപനിലയം ഏത് ജില്ലയിലാണ്? ഉത്തരം ആലപ്പുഴ ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ താപനിലയം. മനുഷ്യനെയും ജന്തുക്കളെയും പോലെ തന്നെ സസ്യങ്ങൾക്കും ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം JC ബോസ് ആണ് സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. സലീം അലി പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഗോവയിലാണ് സലീം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഭാഗ്യക്കുറി അവതരിപ്പിച്ചത് ഏത് സംസ്ഥാനമാണ്? ഉത്തരം മേഘാലയയാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഭാഗ്യക്കുറി അവതരിപ്പിച്ചത്. ആദ്യമായി ആഗോള വിപണിയിൽ എത്തുന്ന ഇന്ത്യൻ നിർമ്മിത ഐഫോൺ ഏതാണ്? ഉത്തരം iPhone 16 ആണ് ആദ്യമായി ആഗോള വിപണിയിൽ എത്തുന്ന ഇന്ത്യൻ നിർമ്മിത ഐഫോൺ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ളത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം മധ്യപ്രദേശ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം. അൾട്രാവയലറ്റ് നിറങ്ങൾ കാണാൻ കഴിവുള്ള ഷഡ്പദം ഏതാണ്? ഉത്തരം തേനീച്ചകൾക്കാണ് അൾട്രാവയലറ്റ് നിറങ്ങൾ കാണാൻ കഴിവുള്ളത്. പഴവർഗ്ഗങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഉത്തരം കാൽസ്യം കാർബൈഡ് ആണ് പഴവർഗ്ഗങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യത്തെ ജീവി ഏതാണ്? ഉത്തരം ലൈക്ക എന്ന നായയാണ് ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യത്തെ ജീവി. ഈയിടെ അന്തരിച്ച ഏഷ്യൻ സിനിമയുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം അരുണ വാസുദേവ് ആണ് ഏഷ്യൻ സിനിമയുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി. ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം. മിന്നാമിനുങ്ങിന് പ്രകാശം പുറപ്പെടുവിക്കാൻ സഹായിക്കുന്ന രാസവസ്തു ഏതാണ്? ഉത്തരങ്ങൾ അറിയാവുന്നവർ വേഗം തന്നെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.